നമസ്കാരം. ഇത് ബോബി ചെമ്മണ്ണൂർ. അടുത്തത് ഹണി റോസ്, നടി. ബോബി ചെമ്മണ്ണൂർ വലിയ മുതലാളിയാണ്. എന്നാൽ മൂപ്പര് മുതലാളിയുടെ പണത്തിൻ്റെ കാര്യത്തിൽ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. ജ്വല്ലറി ഉദ്ഘാടനത്തിനൊക്കെ എത്തുന്നവരെയും തൻ്റെ സ്ഥാപനത്തിൻ്റെ പരിപാടികൾക്ക് വരുന്നവരെയും എല്ലാം രണ്ടാം തരം പൗരരായി കാണും മട്ടിൽ, പ്രത്യേകിച്ചും സ്ത്രീകളോട് അമ്മാതിരി കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, അമ്മാതിരി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതിനിടയിൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പിന്തുണയുടെ മറവും ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒടുക്കം അത് സഹിക്കാവുന്നതിൻ്റെ പരിധി വിട്ടപ്പോൾ ആളുകൾ ഇടപെട്ടു തുടങ്ങി. തന്നെ മുന്നിൽ നിർത്തി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ അപമാനിക്കുന്ന വാക്കുകൾ ഹണി റോസ് ഒരിക്കൽ ചോദ്യം ചെയ്തു. 1.5 വർഷം മുന്നേ തിരിച്ചടിക്കാൻ സൈന്യം തന്നെ ഇറങ്ങി. എന്നാൽ ഒടുക്കം ഹണി റോസ് ഈ സൈന്യത്തിന് മുന്നിലൊന്നും തോറ്റു പിന്മാറിയില്ല. ബോബി ഒടുവിൽ മാപ്പ് പറഞ്ഞ് കീഴടങ്ങിയിരിക്കുകയാണ് ഈ 1.5 വർഷത്തിന് ശേഷം. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അനന്തര ഫലങ്ങൾ, ഇനി എന്താണ് സംഭവിക്കുക എന്നുകൂടി നമുക്ക് നോക്കാനുണ്ട്. എന്താണ് സംഭവിച്ചത്? 1.5 വർഷം മുമ്പ് ഒരു ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ ലൈംഗിക ചുവയുള്ള അധിക്ഷേപ പരാമർശം നടത്തിയത്. ഹണി റോസിനെ അടക്കം അഭിനേതാക്കളെ തൻ്റെ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന പരിപാടിക്ക് അദ്ദേഹം എത്തിക്കാറുണ്ട്. പലരും പോകാറുമുണ്ട്. എന്നാൽ അവിടെ എത്തുന്നവർ അവരുടെ പണം പ്രതിഫലമായി കരുതിയാണ് എത്തുന്നത്. എത്തുന്ന പ്രവർത്തനം, ചെയ്യുന്ന ജോലി, അതിനുള്ള പ്രതിഫലം. എന്നാൽ മൂപ്പരത് തെറ്റിദ്ധരിച്ചിരിക്കണം. അങ്ങനെയാണ് ഹണി റോസിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയത്. പിന്നാലെ ഹണി റോസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ തിക്താനുഭവം ചില്ലറയായിരുന്നില്ല. പുരുഷാനുകൂല സംഘടനക്കാരെല്ലാം ഇറങ്ങിത്തിരിച്ചു. രാഹുൽ ഈശ്വർ മുതൽ മാങ്കൂട്ടം സ്വഭാവത്തിലുള്ള ഒരു പട തന്നെ ഇറങ്ങിത്തിരിച്ചു. ഹണി റോസിനെ അവരുടെ ശരീരത്തെയും സ്ത്രീത്വത്തെയും പരിഹസിച്ചും അധിക്ഷേപിച്ചും സോഷ്യൽ മീഡിയയിൽ അക്കൂട്ടർ നിറഞ്ഞാടി. ഇതൊക്കെ തങ്ങളുടെ അവകാശമാണ് എന്ന മട്ടിൽ അവർ നിരങ്ങി. രാഹുൽ ഈശ്വറിനെതിരെ കേസും കൂട്ടവും വരെയായി. യൂട്യൂബ് ചാനലുകളിലടക്കം ഹണി റോസിനെതിരെ നിരന്തരമായി ആക്ഷേപ വീഡിയോകൾ പിന്നാലെ തുടർച്ചയായി പെരുകി. ഒടുവിൽ അതിനെതിരെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. ബോബി ചെമ്മണ്ണൂറിനെതിരായ നിയമ നടപടിയിൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഒടുക്കം ജാമ്യം കിട്ടി. പക്ഷേ കേസ് സ്ട്രോങ് ആയി മുന്നോട്ട് പോയി. പണത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകളെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ഹണി റോസ് പ്രഖ്യാപിച്ചു. സ്ത്രീയുടെ അന്തസ്സിന് മൂല്യമുണ്ടെന്നും അത് ചിലർ വിചാരിച്ച് അപമാനിച്ചില്ലാതാക്കിയാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു. താൻ പ്രതിഫലം വാങ്ങി ഏൽപ്പിച്ച ജോലി ചെയ്യാനാണ് പോകുന്നത്. ആ പ്രതിഫലം നൽകുന്നയാൾക്ക് തന്നെ അപമാനിക്കാൻ അവകാശമില്ല. ആരെയും അപമാനിക്കാൻ അവകാശമില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നും പ്രഖ്യാപിച്ചാണ് ഹണി റോസ് അന്ന് നിലകൊണ്ടത്. ആദ്യം പേര് പറയാതെ ഈ കാര്യത്തിൽ വിമർശനം ഉന്നയിച്ച, അല്ലെങ്കിൽ പരാതി പൊതുമധ്യത്തിൽ പറഞ്ഞ ഹണി റോസ് പിന്നീട് ഈ തരത്തിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ സംഗതി കൈവിട്ടുപോയി എന്ന് ബോബി ചെമ്മണ്ണൂരിന് പിന്നീട് മനസ്സിലായി. ആദ്യം വെല്ലുവിളിച്ചും ന്യായീകരിച്ചും ഒക്കെ നിന്ന ആളാണ്. പണം കൊണ്ട് കേസ് ഒതുക്കാൻ പറ്റാണ്ടായി. ഇടക്കാലത്തിനിടയിൽ കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നിർണായക വഴികളിലൂടെ മുന്നേറി. എന്നാൽ തെറ്റ് തിരിച്ചറിയുകയോ തിരുത്തുകയോ ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്ന് ആവർത്തിച്ച് പിന്നീട് രംഗത്തെത്തി. മനഃപൂർവ്വം അപമാനിച്ചതല്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഒടുക്കം ഇനി രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് ഇതാ നമ്മുടെ മാപ്പുമായി മൂപ്പര് റെഡിയായത്. എന്താണ് മൂപ്പരുടെ മാപ്പപേക്ഷ? അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ആ മാപ്പപേക്ഷ ഞാൻ നിങ്ങളോട് പറയാം. ഇംഗ്ലീഷിലാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഞാൻ എല്ലാവരോടും ദയയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പരിഗണനയോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഒപ്പം സാധ്യമാകുമ്പോഴെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ തമാശകളും രസകരമായ ഉള്ളടക്കങ്ങളും പങ്കുവെക്കാറുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അവയൊന്നും ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഉള്ള ഉദ്ദേശത്തോടെ ചെയ്തതല്ല. എന്നാൽ ഹണി റോസിനെ കുറിച്ച് ഞാൻ നടത്തിയ പ്രസ്താവനകൾ അവർക്കും അവരുടെ കുടുംബത്തിനും വലിയ മാനസിക വിഷമമുണ്ടാക്കിയതായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ വരുത്തിവെച്ച ബുദ്ധിമുട്ടുകൾ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എൻ്റെ വാക്കുകളുടെയും അവ ഉണ്ടാക്കിയ ആഘാതത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവുമില്ല. കൂടാതെ ഈ ആത്മാർത്ഥമായ ക്ഷമാപണം സ്വീകരിച്ച് കേസ് പിൻവലിക്കാൻ അവർ തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയം പരിഗണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് അദ്ദേഹം പറയുന്നതിലെ പ്രധാനപ്പെട്ട ഭാഗം ആദ്യ ഭാഗത്താണ്. അതായത് ഞാൻ തമാശയൊക്കെ പറയുന്നതാണ്, രസകരമായ ഉള്ളടക്കം പറയുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സാമൂഹ്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, മനുഷ്യന് മുന്നിൽ പറഞ്ഞു കൂടാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആളുകൾ അതൊക്കെ കേട്ട് ചിരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇക്കാലത്ത് അത് ചിരിക്കുന്നതും അല്ലെങ്കിൽ അത് ആരോഗ്യകരമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നതുമല്ല. അത് സാമൂഹ്യ വിരുദ്ധമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആൾ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യം കൂടിയാണ് എന്ന് നമ്മുടെ നിയമം തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടുള്ള
ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ. അതാണ് ഒന്നാം ഭാഗത്ത്. രണ്ടാമത് അത് ഹണി റോസിന് ഉപദ്രവമായി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. കേസ് പിൻവലിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തിൻ്റെ ഈ മാപ്പപേക്ഷയുടെ കൺക്ലൂഷനിൽ വ്യക്തമാണ്. കുറിപ്പിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, താൻ അങ്ങനെ ചെയ്തത് ദ്രോഹിക്കാനല്ല. രണ്ടാമത്തേത്, തനിക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും തനിക്കെതിരായ നിയമ നടപടിയിൽ നിന്നും പിന്മാറണം, ഞാൻ പൊതുമധ്യത്തിൽ മാപ്പ് പറയുകയാണ് എന്നുള്ളതാണ്. അതായത് ഈ ചെയ്ത കാര്യത്തിൻ്റെ അപകടം അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന കാര്യം അദ്ദേഹത്തിന് 1.5 വർഷത്തിന് ശേഷം ബോധ്യപ്പെട്ടു. ഈ ബോധ്യപ്പെടാനുള്ള പശ്ചാത്തലം എന്താണ് എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം നിയമ നടപടിക്ക് വിധേയനായതും തുടർന്നുള്ള നടപടികളും ഇനിയിപ്പോൾ അതിൻ്റെ വിചാരണയിലേക്കും ശിക്ഷയിലേക്കും ഒക്കെ പോകുമല്ലോ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് കേസ് തീർക്കാനുള്ള ഒരു നടപടിയായി വേണം ഇതിനെ കാണാൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണവുമായി ഹണി റോസും രംഗത്തെത്തി. ബോബി ചെമ്മണ്ണൂരിൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കുന്നു എന്ന് അവർ പരസ്യമായി തന്നെ പറഞ്ഞു. മാതാപിതാക്കളോട് ആലോചിച്ച കാര്യവും അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് തീരുമാനിക്കാനുള്ള സാധ്യതയും അവർ മുന്നോട്ട് വെച്ചുകൊണ്ട് മനോരമ ഓൺലൈനിലൂടെ അവർ പ്രതികരിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഖേദപ്രകടനത്തെ അഭിനന്ദിക്കുന്നു. ബാക്കി നിയമ നടപടികളുമായി എങ്ങനെ പോകണം എന്നത് ആലോചിച്ച് ചെയ്യും. എന്നോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ആണ് അദ്ദേഹം ഇട്ടത്. പലരും അയച്ചു തന്നപ്പോഴാണ് ഞാൻ കണ്ടത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ബുദ്ധിമുട്ടായി തോന്നിയപ്പോഴാണ് നിയമപരമായി മുന്നോട്ട് പോയത്. ആ വ്യക്തിയെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വിചാരിച്ചുകൊണ്ട് ഉള്ള ആസൂത്രിതമായി ചെയ്യുന്ന ഒരു കാര്യം അല്ല. ഇക്കാര്യത്തിൽ മാതാപിതാക്കളോട് സംസാരിച്ചു. ആ ഖേദപ്രകടനത്തെ അഭിനന്ദിക്കുകയും ആ മാപ്പപേക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ്. നിയമ നടപടിയാണ്. ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ പ്രോസിക്യൂഷൻ അത് വിചാരണയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്ന ഒരു കേസായിരിക്കില്ല. നിയമ നടപടികൾ പൂർത്തിയാക്കാനുള്ള വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട്. അതുവഴി മാത്രമേ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയാണ് ശ്രദ്ധേയമായി നിൽക്കുന്നത്. ഈ മാപ്പപേക്ഷയിൽ പോലും എന്തുമാത്രം നാടകമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഹണി റോസിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലാണല്ലോ അദ്ദേഹം മാപ്പപേക്ഷ പോസ്റ്റ് ചെയ്ത്. അതിനപ്പുറത്ത് ബോബി ചെമ്മണ്ണൂർ ഒരു ഇനീഷ്യേറ്റീവും എടുത്തിട്ടില്ല. സുഹൃത്തുക്കൾ അയച്ചു തന്നപ്പോഴാണ് താൻ കണ്ടത് എന്ന് ഹണി റോസ് പറയുന്നുണ്ട്. ആളുകളുടെ മുന്നിൽ താൻ നല്ലവനാണ് എന്ന് കളിക്കാൻ വേണ്ടിയുള്ള മാപ്പപേക്ഷയാണോ അത്? അതിനപ്പുറത്ത് ആദ്യം അതിനിരയായ ആളോട് അവരുടെ സമീപനം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇത്തരം കേസിൽ ഒരു നടപടിയിലേക്ക്, ഒരു മാപ്പപേക്ഷയിലേക്ക് കടക്കുക. അതുമല്ലെങ്കിൽ അവരോടല്ലേ ആദ്യം പറയേണ്ടത്. കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതിപ്പോൾ കേസ് കുരുക്കായി 1.5 വർഷമായി കഴിയുമ്പോൾ ഇനി രക്ഷയിൽ നിന്ന് മനസ്സിലായപ്പോൾ 1.5 വർഷത്തിന് ശേഷമുള്ള ഒരു തന്ത്രം എന്നതിനപ്പുറത്ത് എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഒരു കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടാൻ ഇത് ഉപകരിച്ചു. അപമാനിക്കപ്പെട്ട ഒരു സ്ത്രീ നിശ്ചയദാർഢ്യത്തോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വമ്പന് വൈകിയാണെങ്കിലും മാപ്പ് പറയേണ്ടി വന്നു എന്ന്, പൊതുമധ്യത്തിൽ ഈ മട്ടിൽ മാപ്പ് പറയേണ്ടി വന്നു എന്ന്. ഇനി ബോബിയുടെ വിധി നിയമം നിശ്ചയിക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.